നമുക്ക് ഇതേപോലത്തെ ഒരു അടിപൊളി ഒരു പ്ലെയിൻ ബാഗ് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ. നമുക്ക് ഇവിടെ ചിത്രം വരച്ചെടുക്കാം. നമ്മളിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രമാട്ടോ നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സ്ക്വിഷിയാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ഒരു പൊട്ടറ്റോ ചിപ്സിൻ്റെ നമ്മൾ ഒരു ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ഈ പേപ്പറിൽ വരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് വേഗം ഒന്ന് കാണിച്ചിട്ട് വരാം. ഞാൻ വരയ്ക്കണ അങ്ങനെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാനത് വരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാണുന്നോന്ന് അറിയില്ല. ഇതേ രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കളർ ചെയ്തിട്ട് വരാം. ഞാൻ കളറിനായി ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഹൈലൈറ്റർ ഉണ്ട്, പിന്നെ സ്കെച്ച് ഉണ്ട്, മാർക്കേഴ്സ് മാർക്കേഴ്സ് 2 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്രയോൺ എടുത്തിട്ടില്ലേ, അപ്പോൾ പെൻസിൽ കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് കളർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം നമുക്ക് കളർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടൊന്ന് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കളർ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് കളർ അടിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് നമ്മൾ പൊട്ടറ്റോ ചിപ്സിനൊക്കെ എഴുതിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ചെയ്ത്. ഇനി നമുക്കിത് ഇവിടെയും കൂടി നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അതിന് മുന്നിൽ ബാക്കിൽ നമുക്കിത് ഇതേപോലെ നമുക്ക് യു ഗോട്ട് കോമൺ എത്തിക് അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ ഗൈസ്, ഞാനത് എഴുതിയെടുത്തിട്ട് വരാം. നല്ല രീതിയിൽ ബ്ലൂ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ നമ്മൾ ഹൈലൈറ്ററിൻ്റെ കളറും കൊണ്ട് ഒരു വട്ടം വരച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പച്ച കളർ അടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു റെഡ് കളർ നമുക്ക് ഇവിടെ അടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ കൊണ്ട് നമുക്ക് മാർക്കർ കൊണ്ട് ഇവിടെ ഒരു അടിപൊളി സർക്കിൾ വരച്ച് കൊടുക്കാം. നമ്മൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇവിടെ ഒന്നും കിട്ടാത്ത, നമുക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താ കിട്ടുക. പക്ഷെ നമ്മളിത് ഹോം മെയ്ഡായി ഉണ്ടാക്കുന്നതാണ്. നമ്മളെ തായ്ലൻഡ് ആ പോലെ സ്ഥലത്തൊക്കെയാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഞാൻ റെഡും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൂടി ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലാക്കിയെടുക്കുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളറും കൊണ്ട് വേണ്ടി വട്ടം വരച്ച് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ കളറാക്കി കൊടുക്കാം. നമ്മളുടെ കോമൺ എത്തിക് എന്നൊക്കെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ നമ്മളിതിൽ ഫ്ലേവർ എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച് ഫ്ലേവർ എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലേവറാണ് കിട്ടുക. അങ്ങനെയൊക്കെ നമ്മൾ ഒരു നല്ല രീതിയിൽ ആ കളർ കൊണ്ട് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് ഫ്ലേവറാണ് കിട്ടുക വെച്ചാൽ ഓറഞ്ച്, ഇപ്പോൾ ബ്ലൂ ആണ് കിട്ടുക വെച്ചാൽ ബ്ലൂ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൂ ഇപ്പോൾ റെഡ് ഫ്ലേവറിന് റെഡ് ഫ്ലേവർ എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. നമുക്ക് ബ്ലൂവിന് ബ്ലൂ ഫ്ലേവർ എന്നും കൂടി എഴുതി കൊടുക്കും. ഇനി നമ്മൾ ഗ്രീനിനും കൂടി എഴുതിയെടുക്കാം. അപ്പോൾ ഞാനിത് നിങ്ങൾക്കും കൂടി കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈലൈറ്റും കൊണ്ട് നമുക്ക് എഴുതി കൊടുക്കാം. ബ്ലൂ ഫ്ലേവറിന് അപ്പോൾ ബ്ലൂ ഫ്ലേവർ ഏതെങ്കിലും ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നമ്മൾ ഗോട്ടിട്ട് ഇതിപ്പോൾ നമ്മൾ തായ്ലൻഡ് അങ്ങനെ പോലെയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് കിട്ടുക. അപ്പോൾ ശരിക്കും നമ്മളിത് ഹോം മെയ്ഡായി നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കുന്ന സാധനമാണ് ഇത് കേട്ടോ. നമ്മൾ ഫ്ലേവർ എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ യു ഗോട്ടിന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ യു ഗോട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണ് കിട്ടുക ആ ഒരു രീതിയിലാണ് നമ്മൾ യു ഗോട്ട് എന്ന് എഴുതി കൊടുക്കണം കേട്ടോ. അതെ, നമുക്ക് യു ഗോട്ട് എന്ന് എഴുതി കൊടുക്കാം. യു ഗോട്ട് എന്നാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതാണ് ആ ഒരു ടീമിനാണ് നമ്മൾ യു ഗോട്ട് എന്ന് എഴുതിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കാപ്പി കളർ കൊണ്ടാണ് നമ്മളിത് യു ഗോട്ടിനും കൂടി എഴുതി കൊടുത്തു. നമ്മളിത് യു ഗോട്ടിനും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒരു ഭാഗം ഒട്ടിക്കണ്ട, മേലെ നമുക്ക് ഒട്ടിക്കണ്ട.
അപ്പോൾ ഇതേ നമ്മളിത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പശ തേച്ചിട്ടുണ്ട്, ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാനിത് ഒട്ടിച്ചെടുത്ത് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊരു പോക്കറ്റ് ഒരു പോലെയാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് ഒട്ടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതൊരു പോക്കറ്റ് മാതിരി എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സാധനങ്ങളൊക്കെ വെക്കും. അതാണ് നമ്മൾ ഈ ഒരു ബ്ലെയിൻ ബാഗ് എന്നുള്ളൊരു ക്യാപ്ഷൻ വന്നിട്ടുള്ളൊരു. അപ്പോൾ അതേ നമ്മളിത് എങ്ങനെയാണിത് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് സ്ക്യൂഷീസ് ഇനി ഇതിൽ എന്തൊക്കെ വെക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് നോക്കാം. പിന്നെ അതെ നമ്മളിത് ഇതാണ് കേട്ടോ അതിൽ വെക്കാൻ പോകുന്ന സ്ക്വിഷീൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു അടിപൊളി സ്ക്വിഷിയാണ്. അപ്പോൾ അതെ ഇനി നമുക്കിതൊരു പോക്കറ്റ് ഉണ്ടാക്കണം. ഇതേപോലത്തെ അല്ല, നമുക്കൊരു മിനി പോക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിൽ വെക്കാം. ഓക്കെ, ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്വിഷീൻ്റെ മേക്കിങ് നമ്മൾ ഇനി അടുത്ത ശനിയാഴ്ച നമ്മൾ ഇടുന്നതായിരിക്കും. എങ്ങനെയാണ് സ്ക്വിഷീൻ്റെ ഒരു മേക്കിങ്, അപ്പോൾ എന്താണ് സ്ക്വിഷീൻ്റെ ഉപയോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് ഇടും കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സ്ക്വിഷിക്കുള്ള സ്ക്വിഷി അതിൽ പഞ്ഞി നമ്മൾ വെക്കണം, നല്ല അടിപൊളിയായി കളർ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓരോ തീമിനും ഇങ്ങനത്തെ ഒരു 2 കവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വാട്ടിനുള്ള ചിഹ്നത്തിട്ട് നമുക്ക് ഉള്ളിൽ നമുക്ക് സ്ക്വിഷി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഒട്ടിച്ച് എടുത്തിട്ട് വരട്ടെ 2 പീസും. അപ്പോൾ നമുക്ക് ഇതാദ്യം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് സ്ക്വിഷി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചെടുക്കാം. അടച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും എപ്പോഴാണെങ്കിലും. അപ്പോൾ ഞാനിതൊന്ന് ആട്ടം.